ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ എന്ത് എനർജിയിലാണ് എന്നുള്ളതെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവാണ്, ടൈംലെസ് ആണ്. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ റീബർത്താണ്. ലെറ്റിംഗ് ഗോ, എയ്റ്റ് ഓഫ് കപ്സ് ആണ്. ടോട്ടാലിറ്റി, ഫൈവ് ഓഫ് കപ്സ്, Ace of Cups, conditioning, strength, ഇതെടുത്ത് കാർഡാണ്, സ്ട്രെങ്ത് കാർഡാണ്, സോറി. ഷിസോഫ്രീനിയ, ടു ഓഫ് കപ്സ്, അട്രാക്ഷൻ. ഒരു കുറച്ച് ആൾക്കാർ ഒന്ന് ഒരു ട്രാപ്ഡാണ് എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ റീബർത്തിലേക്ക്, ഡെത്താണ് ഇത്. നിങ്ങളുടെ ഒരു ചില കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ ആക്കി നിങ്ങൾ ഒന്ന് പുനർജനിക്കുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളൊന്ന് ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. നിങ്ങൾക്ക് മാറാൻ പറ്റാത്ത എന്തോ ഒരു കാര്യത്തിലാണ് നിങ്ങൾ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് അതൊന്ന് ഓവർകം ചെയ്ത് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നു നിങ്ങൾ. പക്ഷേ ആ ഒരു കാര്യത്തിൽ നിന്ന് അത് റീബർത്താണ്. അത് എൻ്റെ ആയി നിങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഊർജ്ജത്തോടു കൂടി നിങ്ങളുടെ ശക്തി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. ലെറ്റിംഗ് ഗോയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നല്ല കാര്യം. വേണ്ടാത്ത എന്തോ കാര്യം നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ ഷിസോഫ്രീനിയ വന്നിട്ടുണ്ട്. ഒരു ടെൻഷനും വിഷമവും ഒക്കെ ഉണ്ടെന്ന് കാണുന്നുണ്ട്. സ്റ്റാറാണ്, ക്യൂൻ ഓഫ് കപ്സ്, ടെൻ ഓഫ് വൺസ്, സെവൻ ഓഫ് പെന്റക്കിൾ. വെയിറ്റിംഗ് എനർജിയാണ്. മൂൺ കാർഡ് വന്നിട്ടുണ്ട്. ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഫൈവ് ഓഫ് പെന്റക്കിൾ ആണ്. ജസ്റ്റിസ്, നയൻ ഓഫ് പെന്റക്കിൾ. New creation, live for now, your inner beauty shine. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് കാർഡ്സ് വെക്കാം. ബുൾ വന്നിട്ടുണ്ട്. കീ, ബുൾ, ടോർച്ച്, സ്പിരിച്വൽ ഡെവലപ്മെന്റ്, സ്റ്റാക്ക്, കർമ്മ. അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം എന്തോ കാര്യങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആ പഴയ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എൻഡാക്കി നിങ്ങൾക്കൊരു ഊർജ്ജമൊക്കെ വരുന്നുണ്ട്, ഒരു ധൈര്യം വരുന്നുണ്ട്. എന്തോ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ധൈര്യം ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പഴയ ആ ഒരു പാറ്റേൺ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പുതിയ കാര്യം തുടങ്ങുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ഇത് സ്ട്രെങ്ത് കാർഡാണ്. അതിനുള്ള സ്ട്രെങ്ത് നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടുന്നു എന്നുള്ളതാണ്.
ഒരു പുതിയ വ്യക്തിയായിട്ട് നിങ്ങൾ ജനിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ജീവിക്കാൻ തീരുമാനിച്ചു, എന്തോ ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം. മേ ബി അത് എന്തെങ്കിലും ഒരു ഓൾഡ് ഹാബിറ്റ്, നിങ്ങൾക്ക് വേണ്ടാത്ത എന്തെങ്കിലും ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഹാബിറ്റ് നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരിക്കാം. കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇതെനിക്ക് അത് നിങ്ങൾ ഏറ്റവും വളരെ ഇഷ്ടത്തോടെ ചെയ്തൊരു കാര്യമായിരിക്കാം, പക്ഷെ അത് വേണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്, അത് എൻഡാക്കി എന്ന് കാണുന്നുണ്ട്. കാരണം ചില ആൾക്കാർക്ക് ഒരു ശരിക്കും ഡിപ്രഷനാണ്. ചിലപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടിയായാലും നിങ്ങൾ ആ ഒരു കാര്യം എൻഡാക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഫ്രണ്ടിൽ 2 ഓഫ് കപ്സ് ആണ്. അപ്പോൾ യൂണിയൻ ഉണ്ട്. ഒന്നുകിൽ ഒരു നിങ്ങൾ എന്തെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം, അങ്ങനെ കാണുന്നുണ്ട്. അല്ലാത്തവർക്ക് ഒരു ഒരു പ്രണയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിയൻ ഉണ്ട്, റീയൂണിയൻ കാണുന്നുണ്ട് എന്നുണ്ട്. പിന്നെ സ്റ്റാറാണ്, ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, ആ ആഗ്രഹിച്ചതിനനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു. ആ ആക്ഷൻ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഡിവൈൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തോ ഒരു കാര്യം വിട്ടും കളയുന്നുണ്ട് നിങ്ങൾ, അങ്ങനെ കാണുന്നുണ്ട്. 10 ഓഫ് സോഴ്സിൻ്റെ എനർജി, 10 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. കുറച്ച് ഒരു നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ സമയം, എന്തോ എൻ്റെ ആക്കാൻ വേണ്ടിയിട്ടെന്ന് തന്നെ കാണുന്നുണ്ട്. അത് എന്താണ് നിങ്ങൾ എൻ്റെ ആക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ആ എൻ്റെ ആക്കാൻ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പല സമയവും പല പരീക്ഷണങ്ങളിലൂടെയും നിങ്ങൾ അതിജീവിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ 7 ഓഫ് പെന്റക്കിളാണ്, നിങ്ങൾ നേരത്തെ ഒരുപാട് കഷ്ടപ്പെട്ട് എന്തോ കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഫലം പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ആൾക്കാർ എക്സാം ഒക്കെ എഴുതിയിട്ട്, നിങ്ങൾ ഒരു മൈഗ്രേഷനുള്ള എക്സാം ഒക്കെ എഴുതിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, അതിനെ വെയിറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട്. അവർക്കും ഒരു നല്ല ഒരു ഇതാണ് കാണുന്നത്. അവർ നിരാശപ്പെടേണ്ട എന്നുള്ളതാണ്. അതിൽ ചിലപ്പോൾ 1 or 2 തവണ അറ്റംപ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിൽ ഒരു നിരാശയോടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ നിരാശപ്പെട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നിരാശപ്പെടേണ്ട എന്നാണ് 5 ഓഫ് പെന്റക്കിൾ പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും, നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ തവണ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും. അപ്പം ഇന്നേ ദിവസം നിങ്ങൾ കോർട്ടിൽ എന്തെങ്കിലും ഒരു കോർട്ട് സംബന്ധമായ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കാണ് ജസ്റ്റിസ് കിട്ടുന്നതെന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്തിരുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നു എന്നുള്ളതാണ്. 9 ഓഫ് പെന്റക്കിളാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കാര്യത്തിന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അതും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഇന്ന ദിവസം നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ഹാപ്പി ആയിരിക്കുക. ന്യൂ ക്രിയേഷനാണ്, പുതിയ ഒരാളാകുന്നു. നിങ്ങൾക്ക് ആ ഒരു പുതിയ ആളാകാൻ ആവശ്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യാത്രകൾ ചെയ്യണമെങ്കിൽ, ചിലപ്പോൾ ചിലരങ്ങനെയാണ്, എന്തെങ്കിലും ഭയങ്കര ടെൻഷൻ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് യാത്ര ചെയ്ത് ആ ഒരു മൂഡ് ഓഫ് ഒക്കെ മാറ്റി ഒരു പുതിയ ആളായിട്ട് തിരിച്ചു വരും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പറയുന്നു. ലീവ് ഫോർ നൗ, ഇപ്പോഴത്തേക്ക് നിങ്ങൾ വിട്ടുകളയും. എന്ത് കാര്യമാണെങ്കിലും ഈ എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴത്തേക്ക് അത് വിട്ടുകളയാൻ, അല്ലെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് പോകുന്നു എന്ന് കാണുന്നുണ്ട്. ലെറ്റ് യുവർ ഇന്നർ ബ്യൂട്ടി ഷൈനാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു സോളിനെ നിങ്ങളൊന്ന് പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. സോളിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥനകൾ വേണം, മെഡിറ്റേഷൻ വേണം, നിങ്ങളൊന്ന് ക്ലെൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്യാൻ മാത്രമല്ല, നമ്മൾ ഹീൽ ചെയ്യാനുണ്ടായിരിക്കാം. പാസ്റ്റിൽ അല്ലെങ്കിൽ കുഞ്ഞിലേ മുതൽ നമ്മൾ അനുഭവിച്ചു വന്ന പല ട്രോമകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ, നമ്മളുടെ സോളിൽ ഇങ്ങനെ കിടപ്പുണ്ട്. മറ്റ് പലരും നമ്മളോട് പെരുമാറിയത്, പലയിടത്തും അവഹേളിക്കപ്പെട്ടത്, പല കാര്യങ്ങളും ആഗ്രഹിച്ച പല കാര്യങ്ങളും കിട്ടാതിരുന്നത്. അപ്പോൾ അതൊക്കെ അപ്പം മറ്റുള്ളവർക്ക് ഒരുപാട് ശരിക്കും വാരിക്കോരി കൊടുത്തപ്പോൾ ഒന്നുമില്ലാതിരുന്നത്, അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ട്രോമ ആയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് അർഹത ഉണ്ടായിരുന്നിട്ട് നിങ്ങൾക്ക് കിട്ടാതിരുന്നത്, അർഹതയില്ലാത്ത പലർക്കും അത് കിട്ടിയത്, അതൊക്കെ കണ്ട് നിങ്ങളുടെ കുഞ്ഞു മനസ്സ് ചിലപ്പോൾ വേദനിച്ചിട്ടുണ്ടായിരിക്കാം പല കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇങ്ങനെ ആ ഇന്നർ ചൈൽഡിൽ അങ്ങനെ കിടക്കുകയാണ് ഹീൽ ചെയ്യാതെ. അത് നിങ്ങളുടെ ലൈഫ് ലോങ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതൊരു പെയിനായിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കും. അപ്പം അത് നിങ്ങൾ ഹീൽ ചെയ്യണം. നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കീ ആണ് സക്സസ്ഫുൾ ഔട്ട്കം ടു യുവർ പ്രോബ്ലംസ്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു
പൊതുവായിട്ട് നിങ്ങൾക്ക് വിജയം കിട്ടുന്നൊരു കാര്യമാണ് സംഭവിക്കാൻ പോണത് എന്നുള്ളതാണ്. ഇന്നേ ദിവസവും അതിന് അങ്ങനെ ഒരു കാര്യമായിരിക്കും സംഭവിക്കുന്നത്. ബുള്ളാണ്. ഡു നോട്ട് ബാക്ക് ഡൗൺ ഫ്രം ഒപ്പോസിഷൻ, ഷോ ദ സ്ട്രെങ്ത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസവും സ്ട്രെങ്തും കാണിച്ചു കൊടുക്കുക. നിങ്ങൾ പുറകോട്ട് പോകും. എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ഒരടി കാല് പുറകോട്ട് വയ്ക്കാതിരിക്കുക, മുന്നോട്ട് തന്നെ പോവുക എന്നാണ്. ടോർച്ചാണ്. സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്, എൻലൈറ്റ്മെൻറ്റ്, അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് വരുന്നു, എൻലൈറ്റ്മെൻറ്റിലോട്ട് പോകുന്നുണ്ട്, നിങ്ങൾക്ക് ബോധം, നിങ്ങളുടെ ബോധത്തിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളും മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് ചില പാസ്റ്റിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പം പല കാര്യങ്ങളും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വീട്ടിലുള്ളവരോ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോ നിങ്ങൾ വിശ്വസിക്കുന്ന സുഹൃത്തുക്കളോ ഒക്കെ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരോട് നിങ്ങൾക്ക് ക്ഷമിക്കാനും പറ്റും എന്നുള്ളതാണ്. മനസ്സിലാക്കുന്നത് മാത്രമല്ല, അവരങ്ങനെയാണ്, അവർ വേറൊരു വ്യക്തിയാണ്, അപ്പോൾ അവർ വേറൊരു സോളാണ്, അവർ ഈ ഭൂമിയിൽ വന്നത് വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് അവരോട് ഫൊർഗീവ്നെസ് കൊടുക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഹൈസ്റ്റാക്കാണ്. കർമ്മ, യു വിൽ റീപ് വാട്ട് യു ഹാവ് സോൺ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്താണോ വിതച്ചത് നിങ്ങൾ കൊയ്യും. അപ്പം നിങ്ങളുടെ കർമ്മ തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ പാസ്റ്റിൽ നല്ല കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കർമ്മഫലം അനുഭവിക്കാനുള്ള സമയമായി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ എൻ്റെ ആയി ടെനഫോൺസ് വന്നത്. ചില കാര്യങ്ങൾ എൻ്റെ ആയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ റീബർത്താണ്. നിങ്ങളുടെ പാസ്റ്റിലെ കർമ്മ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കർമ്മയുടെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ഈ റീഡിങ് നിങ്ങൾക്ക് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.